കേരളത്തിൽ തിരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ച് കഴിഞ്ഞു. എല്ലാം ശാന്തമായിരിക്കുന്ന സമയം, റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. പക്ഷേ ഇനി തമിഴ്നാട്ടിലാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ഇലക്ഷൻ. അപ്പോൾ എല്ലാ ഇലക്ഷനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി റിസൾട്ട് എന്താണെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. അതിൽ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷന് എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന കോളിളക്കം, അതോടൊപ്പം തന്നെ മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് DMK BJP ഒരുമിച്ച് കൊണ്ടുള്ള വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ TVK എന്ന് പറയുന്ന ഒരു പാർട്ടി, പുതിയൊരു പാർട്ടി, വിജയുടെ പുതിയൊരു പാർട്ടി വന്നതിന് ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പ്. DMKക്ക് രണ്ട് വശത്ത് നിന്നുകൊണ്ടും അത്രത്തോളം ഒരു പ്രഷർ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. സോ ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കുന്നത്, എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭരണം മാറുമോ? ഭരണം അട്ടിമറിക്കപ്പെടുമോ? പുതിയൊരു ഭരണം വരുമോ? തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട്, തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നേ നിൽക്കുമ്പോഴത്തേക്കും പുറത്തു വരുന്ന ലേറ്റസ്റ്റ് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള വോട്ടർ സർവേകൾ ഉൾപ്പെടെയുള്ള സർവേകളുടെ ഒരു റിസൾട്ട് എന്താണ് എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തമിഴ്നാട്ടിൽ. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു അട്ടിമറി സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സർവേ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം DMK തുടർഭരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ അതത്ര എളുപ്പമായിരിക്കത്തില്ല എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതായത് 37% DMK നേടുമെന്നും 121 സീറ്റുകളാണ് DMKക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം ADMK BJP സഖ്യം 34% നേടുമെന്നും 83 സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. TVK 24% അടുപ്പിച്ച് നേടുമെന്നും 3 സീറ്റുകളാണ് TVKക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ 27 സ്ഥലങ്ങളുണ്ട് എന്നും കൊടുത്തിരിക്കുന്നു ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലങ്ങൾ 27 സ്ഥലങ്ങളുണ്ട് എന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തും സംഭവിക്കാമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതിൽ DMKക്ക് ഭൂരിപക്ഷം സീറ്റുകൾ, അതായത് ഭൂരിപക്ഷം നേടുന്ന തരത്തിലോട്ടുള്ള ഒരു മെജോറിറ്റി സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് സർവേ വ്യക്തമാക്കുന്നു എന്നും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ സർക്കാർ രൂപീകരിക്കാനായിട്ട് ഇത്തവണ DMKക്ക് സാധിക്കത്തുള്ളൂ എന്നും സർവേ സൂചിപ്പിക്കുന്നു. ADMKക്കും ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്ന് സർവേ സൂചിപ്പിക്കുന്നു. അതായത് ഒരു കടുത്ത മത്സരമായിരിക്കുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. സഖ്യകക്ഷികൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു ഭരണം രൂപീകരിക്കേണ്ടി വരുന്ന തരത്തിലോട്ട് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ പോകുമെന്നാണ് ഈ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റിസൾട്ട് പോലും അറിയാൻ സാധിക്കാത്ത വണ്ണമുള്ള 27 സീറ്റുകൾ നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടങ്ങളിലൊക്കെ തന്നെ എന്ത് അട്ടിമറിയും സംഭവിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റൊരു ലേറ്റസ്റ്റ് സർവേ റിസൾട്ട്, ഇത് കൂടാതെ തന്നെ മറ്റൊരു ഏറ്റവും പുതുതായിട്ട് വന്ന ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം പറയുന്നതെന്ന് പറയുന്നത് DMKക്ക് 104 സീറ്റുകളാണ് ആ ഒരു സർവേ കൊടുത്തിരിക്കുന്നത്. അതായത് 104 മുതൽ 114 സീറ്റുകളാണ് മെട്രിക്സ് ഒപ്പീനിയൻ പോൾ സർവേ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. 37% വോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ AIADMK കൊടുത്തിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 114 മുതൽ 127 സീറ്റുകൾ വരെ, 39 മുതൽ 40% വരെ, TVKക്ക് 6 മുതൽ 12 സീറ്റുകൾ വരെ, 14 മുതൽ 15% വരെ വോട്ട്, അതേഴ്സ് 1 മുതൽ 6 എന്നുള്ള കണക്കാണ്, 10 മുതൽ 12% വരെ വോട്ട് എന്നുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ BJP AIADMKക്ക് ഭരണം കിട്ടുന്ന തരത്തിലോട്ട് ഒരു കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ സർവേ പറയുന്നു. അതായത് ടൈറ്റ് മത്സരമായിരിക്കും. ഒരു പടി മുന്നിൽ കൊടുത്തിരിക്കുന്നത് AIADMK സഖ്യത്തിനാണ് എന്നുള്ളതാണ് ഈ മെട്രിക്സ് സർവേ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ
ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. ഒരു സർവേയിൽ പറയുന്നു, ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു സർവേയിൽ വ്യക്തമായി പറയുന്നു ഭൂരിപക്ഷം കിട്ടത്തില്ല, എന്നാൽ DMK ഭരണത്തിൽ വരുമെന്നുള്ളത്. സഖ്യകക്ഷികളോടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഒരു സർവേ പറയുന്നു. എന്നാൽ മറ്റൊരു സർവേ പറയുന്നു DMK AIADMK തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്നും അതിൽ AIADMKക്ക് ഒരു മുൻതൂക്കം നൽകുന്നു എന്നും മറ്റൊരു സർവേ പറയുന്നു. TVK അവിടെ വോട്ട് ശതമാനം ഉയർത്തുമെന്നും പറയുന്നു. സീറ്റുകളുടെ കാര്യത്തിൽ ഒരു സർവേ പറയുന്നു 3 സീറ്റുകളായിരിക്കും, മറ്റൊരു സർവേ പറയുന്നു 6 സീറ്റുകളെങ്കിലും നേടുമെന്നുള്ള തരത്തിൽ പറയുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ TVKയ്ക്കും അക്കൗണ്ട് തുറക്കാനാവും, എന്നാൽ വലിയ തോതിൽ ഭരണത്തിൽ വരാൻ പാകത്തിനുള്ള ഒരു അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. അതായത് DMKയ്ക്ക് ഒരു ഭീഷണിയായി മാറുന്ന തരത്തിലോട്ട് വോട്ട് ശതമാനം പിടിച്ചെടുക്കാനായിട്ട് TVKയ്ക്ക് സാധിക്കുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഗുണകരമായി മാറുന്നത് AIADMKയ്ക്കും BJPക്കും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം DMK വോട്ടുകൾ ഭൂരിഭാഗവും TVK പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിൽ തിരിച്ചടിയായി മാറുന്ന DMKയ്ക്കാണ്. അത് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല DMKയ്ക്ക് ഒറ്റയ്ക്ക് എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയ അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, സ്റ്റാലിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിക്കുമോ അവിടെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ AIADMK BJP അട്ടിമറി ഇവിടെ ഉണ്ടാകുമോ, TVK വിജയ്ക്ക് ഒരു പ്രധാന കക്ഷിയായി ഉയരാൻ സാധിക്കുന്ന വണ്ണമുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിന് അവിടെ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കും.